ഹലോ, കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇത് മിൻറ്റ്, പുതിന, ഡൈജഷൻ പ്രോബ്ലംസിനും ബാഡ് ബ്രെത്ത് റിഫ്രഷ് ചെയ്യാനും പുതിന യൂസ് ചെയ്യാറുണ്ട്. ഇത് റോസ്മേരി, പുതിന പോലെ തന്നെ ഡൈജഷൻ പ്രോബ്ലംസിന് യൂസ് ചെയ്യാറുള്ള ഒരു പ്ലാന്റാണ് റോസ്മേരി. ഈ രണ്ട് പ്ലാന്റിനും, മിൻറ്റിനും റോസ്മേരിക്കും നല്ലൊരു എറോമയാണ്. അതുകൊണ്ട് കുക്കിങ്ങിൽ യൂസ് ചെയ്യാറുണ്ട്. മിൻറ്റ് ബിരിയാണി, സാലഡ്സിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ചിക്കൻ, മട്ടണിൽ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലീഫ് തിളപ്പിച്ച വെള്ളം തലയിൽ അപ്ലൈ ചെയ്ത ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഒപ്പം ഓയിലും, അതിൻ്റെ തന്നെ ഓയിലും. ഇനി വന്നിട്ട് ശംഖുപുഷ്പം, കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നൊരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു 5 പൂവെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴേക്കും അത് നല്ലൊരു ക്രിസ്റ്റൽ കളറായിട്ട് വരും. അത് കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വന്നിട്ട് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് തയ്യാറാക്കാൻ, അതായത് ചുക്കും കുരുമുളകും ഇട്ടൊരു വെള്ളം, ഇല്ലെങ്കിൽ പനിക്കൂർക്കയും കുരുമുളകും തുളസിയും കൂടെ ചേർത്തൊരു വെള്ളം, അതായത് ടീ. അപ്പോൾ കുരുമുളകിൻ്റെ പ്രാധാന്യം ഇനി പറയണ്ടല്ലോ. ഇതിൻ്റെ കൂടെ പനിക്കൂർക്കയോ അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ ഒറിഗാനോ, പിന്നെ തുളസി എന്ന് പറഞ്ഞാൽ ബേസിൽ. അപ്പോൾ ഇത് ആയുർവേദ മെഡിസിൻസിലായി നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമുക്കൊരു മെഡിസിൻ ചെയ്തെടുക്കാവുന്ന ഐറ്റത്തിൽ പെടുന്നതാണ്. ഇതുപോലെ തന്നെയാണ് തൃപ്പല്ലി. പക്ഷേ കുരുമുളക് ഉരുണ്ടതും തൃപ്പല്ലി കുറച്ച് നീളമുള്ളതുമാണ്. തൃപ്പല്ലിയും നമ്മുടെ ത്രോത്തില്ല, അതായത് ഈ തൊണ്ടയ്ക്ക് ഒരു അടപ്പും ഒരു ചൊറിച്ചിലും ഒക്കെ വരുമ്പോൾ തൃപ്പല്ലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് തുളസിയും കുരുമുളകും കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു മെഡിസിനാണ്. അപ്പോൾ അതും വീട്ടിൽ തന്നെ ഒരെണ്ണം നട്ടു വെച്ചാൽ നമുക്ക് നമ്മുടേതായ മെഡിസിൻസ് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെഡിസിനാണ് നമ്മുടെ തൃപ്പല്ലി കുരുമുളകിൻ്റെ തന്നെ മണമാണ്. അത് കുരുമുളക് പോലെ പച്ചയായി വന്ന് പിന്നെ ചുമന്ന് വരും. ഇത് നമ്മുടെ പനിക്കൂർക്ക. ഇതെല്ലാം നമ്മൾ വീട്ടിൽ ഒരു പീസ് നട്ട് വെക്കുക. ട്രൈ ചെയ്തു.